ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. എന്താ പിന്നെ ഡോക്ടറിന് തന്നെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു? പറ വിനയ, ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത എന്തോ കാര്യമുള്ളത് കൊണ്ടല്ലേ ഡോക്ടർ നിന്നെ മാത്രം വിളിച്ചു നിർത്തിയത്? അതും ഇത്ര സമയം സംസാരിക്കണമെങ്കിൽ എന്തോ കാര്യ പ്രശ്നമുണ്ടല്ലോ. എന്താണെങ്കിലും പറഞ്ഞു തുലക്കേ. ചീരുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതില് വീണ്ടും നിന്നെ കുറ്റപ്പെടുത്താനാണോ ഡോക്ടർ വിളിച്ചത്? അതെ അങ്ങളെ, അതിനുവേണ്ടി തന്നെ അവരെന്നെ വിളിച്ചു നിർത്തിയത്. എന്നെ ഡോക്ടർ ശരിക്കും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഞാനത് കേൾക്കേണ്ടവൻ തന്നെയാ. കാരണം ചീരു ഈ കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്ത് അബോർഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വന്നപ്പോ ഞാനായിരുന്നല്ലോ എതിർത്തത്. അതിനെ എതിർത്തത് നീ മാത്രമൊന്നുമല്ല, അച്ഛനും ഞാനും ഒക്കെ അബോർഷൻ എതിരായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും അറിയാതെയാ ചീരുവാനും അന്ന് ഡോക്ടർ വന്ന് കണ്ടത്. അല്ലെങ്കിലും ആ അബോർഷൻ സമ്മതിക്കാത്തത് ഡോക്ടർ ഇങ്ങനെ ഒരു കുറ്റമായി പറയും? ഒരു കുഞ്ഞിനെ ജനിപ്പിക്കലും അതിന്റെ ജീവൻ നിലനിർത്തുന്നതല്ലേ ഒരു ഡോക്ടറുടെ കടമ? അതെ, ഡോക്ടർ അങ്ങനെ പറയണമെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണം കാണേണ്ടിരിക്കൂ. അന്ന് കുഞ്ഞിനെ വേണമെന്ന് വാശി പിടിച്ച നീ തന്നെയാണോ വിനയ ഇപ്പോ ശിരുവിനുണ്ടായ അപകടത്തിന് കാരണം? അയ്യോ, അതൊന്നുമല്ല സാർ. അബദ്ധത്തിൽ പോലും ചീരുവിന് കുഞ്ഞിനും അപകടം ഉണ്ടാവുന്നതൊന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, ഉണ്ടാവുകയില്ല. പിന്നെ വേറെന്തെങ്കിലും ഒരു കാരണവുമില്ലാതെ ഡോക്ടർ അങ്ങനെ പറയില്ലെന്നുള്ള അങ്ങളുടെ ഈ ഊഹം കറക്റ്റാ. ഞാനന്ന് അബോർഷന് സമ്മതിച്ചിരുന്നെങ്കിൽ ചീരുവിനെ ഒരു വലിയ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കായിരുന്നു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്, ആരെങ്കിലും ഒരാളെ ജീവനോടെ രക്ഷപ്പെടുന്ന. രണ്ട് ജീവനെയും ഒരുമിച്ച് രക്ഷിക്കാൻ കഴിയില്ലത്ര. അന്നേ ഞാൻ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ചീരുവിന് ഈ അവസ്ഥ വരുമായിരുന്നു എന്ന് ചോദിച്ചിട്ടാ ഡോക്ടർ എന്നെ വല്ലാതെ കുറ്റപ്പെടുത്തിയത്. അയ്യോ ഈശ്വര, ചീരുവിന് അപകടം സംഭവിക്കുന്നതൊന്നും നമുക്ക് വേണ്ട വിനയ. നമുക്ക് ചീരുവിനെ മാത്രം മതി. അവളുടെ വയറ്റിൽ വളരുന്ന ജീവനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അത് വേണ്ടാന്ന് വെച്ച് നമുക്ക് നമ്മുടെ ചീരുവിനെ രക്ഷിക്കാൻ കേട്ടാ. നീ ഒന്ന് അടങ്ങൻ രംബ്ലി. ഇനി അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഡോക്ടർ ഒരു മുൻകരുതൽ എന്ന നിലയിൽ പറഞ്ഞായിരിക്കും. അല്ലാതെ ഏതെങ്കിലും ജീവനെ മാത്രം രക്ഷിക്കാൻ കഴിയുമെന്നൊക്കെ ഏതെങ്കിലും ഡോക്ടർ പറയുമോ? പക്ഷെ അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ. പ്രസവ സമയത്ത് എത്രയോ അമ്മമാര് മരിച്ചു പോയിട്ടില്ലേ? അങ്ങനെ ഒരു അപകടം മുന്നിൽ കണ്ട് നമ്മൾ എന്തിനു റിസ്ക് എടുക്കണം? അത് നമ്മൾ മാത്രം തീരുമാനിച്ചു മതി അമ്പിളി. ചീരും വിനയനുവാ ആദ്യം തീരുമാനം എടുക്കണ്ടേ. ചീരുവിന്റെ കുഞ്ഞ് ജനിക്കണമെന്ന് അമ്മാവന്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ? എന്നുവെച്ച് ജനിച്ചു വീണ്ടില്ലാത്ത കുഞ്ഞിന് വേണ്ടി ഇത്രയും കാലം നോക്കി വളർത്തിയ സ്വന്തം മകളെ അച്ഛൻ വേണ്ടാന്ന് വെക്കോ? പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി നീ ചീരുവിനെ വേണ്ടാന്ന് വെക്കോ വിനയ? ഞങ്ങൾക്കൊരു മോൻ ജനിക്കുക എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ചീരുവിന്റെ വയറ്റിൽ വളരുന്നത് ആൺകുഞ്ഞാണെന്ന വിശ്വാസവും എനിക്കുണ്ട്. ചീരു എനിക്കെതിരെ ഡിവോഴ്സ് കേസ് കൊടുത്തിട്ടും അവളുടെ വയറ്റിൽ വളരുന്ന ജീവനെ ഇല്ലാതാക്കുന്നതിൽ നിന്ന് ഞാൻ അവളുടെ പിറകെ നടന്ന് പിന്തിരിപ്പിക്കാൻ കാരണം അതായിരുന്നു. എന്നിട്ടിപ്പോ സാരമില്ല, അമ്പിളി ചേച്ചി പറഞ്ഞ പോലെ ഇത്രയും കാലം ഒപ്പം ജീവിച്ച ആളെക്കാളും വലുതല്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു ജീവൻ. അവനെ ഞാൻ എൻ്റെ മനസ്സിൽ പ്രദർശിച്ച് ജീവിതകാലം മുഴുവൻ ഒരു തീരാ നോവായിട്ട് കൊണ്ടു നടന്നോളാം. ആ ഓർമ്മകളെ ഞാൻ താലോലിച്ചോളാം.
എനിക്ക് ജീവിക്കാൻ ഇവള് മതി, എന്റെ ചീരു മതി. നമുക്ക് നമ്മുടെ ചീരുവിന്റെ ജീവൻ രക്ഷിക്കാം. കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച വീണ്ടും ജനിക്കില്ലേ സാറ്? ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നെ തരും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാൻ ഞാൻ തയ്യാറാണ്. സാറ്, നിങ്ങളെല്ലാവരും കൂടി ചീരുവിനോട് കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അവളെ കൊണ്ടുകൂടി ഒന്ന് സമ്മതിപ്പിക്കണം. എന്റെ ചീരുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എടാ വിനയ, ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എടാ വിനയ, ഒന്നുമില്ലടാ. നീ ഇങ്ങനെ അപ്സെറ്റായ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞ്. എടാ, ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ മുമ്പ് നീ അതിജീവിച്ചിട്ടുള്ളതല്ലേ, പിന്നെന്താ ഇങ്ങനെ? അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും എന്താ ഒന്നും മിണ്ടാത്തേ?